നമസ്കാരം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ നേരിട്ട ഒരു പ്രധാന ചോദ്യം, ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഇത്ര ഗംഭീരമാണെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീലങ്ക ഒരു ദരിദ്ര രാജ്യമായി തുടരുന്നത്? സെയിൽ കമ്പനി ആരംഭിക്കുന്നു. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. ഏകദേശം 70 ലക്ഷം 80 ലക്ഷം വരെ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കൊളംബോ പോർട്ട്. കൊളംബോ, പിന്നെ ഇപ്പോൾ ഹമ്പൻടോട്ടയുണ്ട്. ഇത്രയും കൂടുതൽ കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പോർട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ദരിദ്രമായി ഇപ്പോഴും തുടരുന്നത്? അവിടെ അപ്പോൾ തന്നെ ഞങ്ങൾ മറുപടി കൊടുക്കാറുണ്ട്. എന്താണ് പശ്ചാത്തലം എന്ന് പറയുന്ന മറുപടി കൊടുക്കാറുണ്ട്. ഇന്ന് ഈ കഥ പറയുവാൻ കാരണം, ജർമ്മനിയിൽ ഒരു കട തുറക്കുകയാണ്. കട എന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ കട. ആകെ 1/2 മീറ്ററേ ഉള്ളൂ കട. 1/2 മീറ്റർ, 50 സെൻറ്റിമീറ്റർ നീളം, 40 സെൻറ്റിമീറ്റർ വീതി, 30 സെൻറ്റിമീറ്റർ എന്താണ് എൻ്റെ ഉള്ളിലോട്ടുള്ള ഉള്ള്. ഇതാണ് കടയുടെ വലിപ്പം. എന്തുകൊണ്ടാണ് ഈ കടയ്ക്ക് പ്രാധാന്യം? ഇതൊരു സിമ്പലാണ്. ഈ കട ഒരു സിമ്പലാണ്. ആഭ്യന്തര ഉൽപാദനം കൂട്ടാതെ നമ്മുടെ എവിടെയും ട്രാൻസ്ഷിപ്മെന്റ് 57 ലക്ഷവും 67 ലക്ഷവും 1 കോടിയും ഒക്കെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. ട്രാൻസ്ഷിപ്മെന്റ് കൊണ്ട് ഒരു കാര്യവുമില്ല. എന്താണ് വേണ്ടത്? ആഭ്യന്തര ഉൽപാദനം കൂട്ടണം. അവിടെയാണ് കൊളംബോയ്ക്ക് പിഴവ് പറ്റിയത്. കൊളംബോയ്ക്ക് പിഴവ് പറ്റും. കാരണം എന്താണ്? അവരുടെ മാർക്കറ്റ് വളരെ ചെറുതാണ്. ആ ഒരു മാർക്കറ്റിനകത്ത് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. അതെല്ലാം മറികടക്കുന്നതാണ് ഇന്ത്യയുടെ സാധ്യത. അതുകൊണ്ടാണ് ഈ ചെറിയ കടയുടെ കഥ പറയുവാൻ സെയിലിംഗ് കമ്പനിക്ക് വലിയ താല്പര്യം. ജർമ്മനിയിൽ, ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല കാരണം അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാകും. ജർമ്മനിയിലെ ഒരു ചെറുപ്പക്കാരൻ സെയിലിംഗ് കമ്പനിയുടെ പ്രേക്ഷകനാണ്. അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും അവിടെ വിൽക്കണം, കേരളത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിൽക്കണം എന്നുള്ള വലിയ ആഗ്രഹം, പ്രത്യേകിച്ച് TRV വഴി കയറ്റിവിടാൻ പറ്റുമെങ്കിൽ ജർമ്മനിയിലെ ബ്രമൻ അല്ലെങ്കിൽ ഹാംബർഗ് അതുപോലുള്ള പ്രധാനപ്പെട്ട പോർട്ടുകളിൽ TRVയിൽ നിന്ന് നേരിട്ട് കപ്പലെടുക്കുക എന്നൊക്കെയുള്ള വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേറെ ജോലിയുണ്ട്. പക്ഷെ അതിന് പുറമെ നമ്മുടെ നാടിനെ സഹായിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്രവർത്തനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നഷ്ടം വരുത്താനോ കൈകൊള്ളാനോ ഒന്നും താല്പര്യമില്ല. എന്നാൽ ഇവിടെയുള്ള ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ അവിടെ വിൽക്കാൻ പറ്റും. അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗമാണ് ഈ 50 സെൻറ്റിമീറ്റർ 1/2 മീറ്റർ കട. ഒരു വലിയ കടയ്ക്കകത്ത് അദ്ദേഹം പ്രതിമാസം വാടക കൊടുത്ത് ഈ 1/2 മീറ്റർ കട, അതിനകത്ത് അദ്ദേഹം ഉൽപ്പന്നങ്ങൾ വയ്ക്കും. അതിന് അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടതാണ് ഈ നെറ്റിപ്പട്ടം, നമ്മുടെ നാട്ടിലെ നെറ്റിപ്പട്ടം. വാസ്തവത്തിൽ സെയിലിംഗ് കമ്പനിയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ, നെറ്റിപ്പട്ടം ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ എനിക്ക് അമ്പരപ്പാണ് തോന്നിയത്. അത്ര അധികം പേർ, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ, നിരവധി പേർ ഇത് ചെയ്യുന്നതായും അവർക്കൊരു മാർക്കറ്റ് തുറന്നു കൊടുക്കണം എന്നൊക്കെയുള്ള തരത്തിൽ ഒരുപാട് പേർ ബന്ധപ്പെടുകയുണ്ട്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഒരു സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ 1/2 മീറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ പ്രചോദനമാണ്. നാനോ കട എന്ന് നമുക്ക് പേരിടാം. അതിന് വേറെയും ഞാനൊരു ബ്രാൻഡ് സെയിലിംഗ് കമ്പനിയുടെ വിശദമായിട്ട് ആ ബ്രാൻഡിനെ കുറിച്ചൊക്കെ എഴുതുന്നുണ്ട്. ഇത് ഏകദേശം 30 ലക്ഷം ആളുകൾ, 30 ലക്ഷം NRKs, കേരളത്തിൽ നിന്ന് പോയവർ മാത്രം 30 ലക്ഷത്തോളം പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഈ ജർമ്മൻ മാതൃക, ജർമ്മനിയിലെ ഒരു കടയിൽ ഒരു സ്ഥിരമായി ജോലിയുള്ളയാൾ അയാളുടെ ഒഴിവ് സമയം കൊണ്ട് പോയി നടത്തിയ ഒരു ലൈസനിങ് വർക്ക്, അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഈ സ്പേസ് അനുവദിച്ച് കിട്ടുന്നു. തീർച്ചയായും ഒരു വാടക കൊടുക്കണം. ഇങ്ങനെയാണെങ്കിൽ ജർമ്മനിയിൽ തന്നെ എത്ര കടകൾ, വലിയ വലിയ നഗരങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രദേശങ്ങൾ, യൂറോപ്പ് മുഴുവൻ, ആഫ്രിക്ക മുഴുവൻ, ഏഷ്യ മുഴുവൻ, അമേരിക്ക മുഴുവൻ. ഇതിനകത്ത് വലിയ റിസ്ക് ഇല്ല. ഈ സാധനങ്ങൾ, നെറ്റിപ്പട്ടം പോലുള്ള സാധനങ്ങൾ ഒരിക്കലും കേടാവില്ല. ഒരിക്കലും ഒന്നല്ല, ദീർഘനാളത്തേക്ക് ഇരിക്കും, കേടാവാത്ത സാധനമാണ്. ഒരു റിസ്ക്കും ഇല്ല. നമ്മൾ എന്താ വേണ്ടത്? ഇതുപോലുള്ളൊരു സ്പേസ് അവിടെ കിട്ടുമോ, അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവിടെ വിൽക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു എൻക്വയറി നടത്തിയാൽ ബാക്കിയൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന്, സെയിലിംഗ് കമ്പനി ടീം, വിമാക്കിൻ്റെ ടീം ഒക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്വാളിറ്റി ഉറപ്പാക്കിക്കൊണ്ടുള്ള സാധനങ്ങൾ അയച്ചു തരാം. ഫുഡ് മെറ്റീരിയൽ ഒന്നും ഞങ്ങൾ കൈവയ്ക്കുന്നില്ല. റിസ്ക്കുള്ള ഒരു സാധനത്തിലും കൈവയ്ക്കുന്നില്ല. ഇത്തരത്തിൽ കൗതുകകരമായ വസ്തുക്കൾ നിർമ്മിക്കുന്നവരെ കണ്ടെത്തി വളരെ നല്ല ക്വാളിറ്റിയിൽ
ഏറ്റവും മിതമായ വിലയ്ക്ക്, ഏറ്റവും കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ വില കുറയുമ്പോൾ ക്വാളിറ്റി കുറയും, മിതമായ വിലയ്ക്ക് സാധനങ്ങൾ എത്തിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ്. വിദേശ മാർക്കറ്റുകളിൽ ഇത്തരം സാധനങ്ങൾ വിൽക്കാനുള്ള ഒരവസരം നിങ്ങൾ ഉണ്ടാക്കണം. എന്നെ ശ്രവിക്കുന്നവർ വഴി ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ കഴിയുന്നതിലൂടെ നമുക്കൊരു വലിയ നെറ്റ്വർക്ക് രൂപപ്പെടുത്തണം. കാരണം ഇങ്ങനെ ആഭ്യന്തര ഉൽപാദനം നടന്നില്ലെങ്കിൽ ഈ തുറമുഖം കൊണ്ട് ഒരു കാര്യവുമില്ല. പരമാവധി ആഭ്യന്തര ഉൽപാദനം കൂട്ടണം. അത് ഏതെങ്കിലും വിദേശ രാജ്യത്തുള്ള കമ്പനികൾ ഇവിടെ വന്ന് അവരൊക്കെ വരും. അതിനപ്പുറം നമ്മൾ ഓരോരുത്തരും ഉൽപാദകരായി മാറുന്ന, നമ്മുടെ അഗ്രി പ്രോഡക്റ്റിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ നമുക്ക് പരമാവധി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്താൽ കൊളംബോ പരാധീനത ഒഴിവാക്കാൻ പറ്റും. വേറെയും ചില പോർട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു, ഞാൻ അതൊന്നും പരാമർശിക്കുന്നില്ല. കൊളംബോയാണ് ക്ലാസിക്കലായിട്ട് എന്നോട് പറഞ്ഞത്. ഇത്രയും വലിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായ കൊളംബോയിൽ ശ്രീലങ്കയുടെ ദാരിദ്ര്യം മാറ്റാൻ ആ പോർട്ടിന് കഴിഞ്ഞില്ല. കഴിയാത്തതിന്റെ കാരണം ആഭ്യന്തര ഉൽപാദനം കൂട്ടിയില്ല എന്നുള്ളിടത്ത് ഈ ജർമ്മനിയിലെ കഥ 50 സെന്റിമീറ്ററിന്റെ, അരമീറ്ററിന്റെ കട നമുക്കൊരു പ്രചോദനം ആകേണ്ടതാണ്. വിക്ടർ ഹ്യൂഗോയെക്കാളും ബെർണാഡ് ഷായെക്കാളും ബുദ്ധിമാനായ ഒരു പ്രേക്ഷകൻ സെയിലിംഗ് കമന്ററിക്കുണ്ട്. പേര് വിക്ടർ ബെർണാഡ്. എഴുതുന്നത് എന്താണെന്ന് അറിയാമോ? കേരളത്തിൽ നിന്ന് ആദ്യമായി സൂയസ് കനാൽ വഴി കപ്പൽ പോകുന്നു. കഷ്ടം, വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്നു. എന്നെക്കുറിച്ചാണ്. വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്നു. എൻ്റെ വിക്ടർ ബെർണാഡ് സുഹൃത്തെ, ഞാൻ ഒരിക്കലും കേരളത്തിലെ പോർട്ടുകളെ കുറിച്ച് പറഞ്ഞില്ല, പറയത്തുമില്ല. പറയാനുള്ളത് എല്ലാ കാലത്തും TRVയെ കുറിച്ചാണ്. TRVയുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും പോർട്ടുകൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും. അതല്ലാതെ TRVയെ അധിക്ഷേപിക്കുന്നവരെ കുറിച്ച് കമാന്നൊരക്ഷരം ഇനി മിണ്ടില്ല. അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി TRV എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിലൂടെ ഈ നാട്, ഇന്ത്യ മഹാരാജ്യം എങ്ങനെ വളർത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട. അവിടെ വിവരമില്ലായ്മ എന്ന് പറയുകയും കേരളത്തിൽ നിന്ന് ആദ്യമായി സൂയസ് കനാൽ വഴി കപ്പൽ എന്ന് പറയുകയും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും സെയിലിംഗ് കമന്ററിക്കില്ല. കേരളത്തിൽ നിന്ന് ആദ്യമായി സൂയസ് കനാൽ എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് TRV എന്ന് പറയാൻ കാരണം നവംബർ 19, 2023 ഗാലക്സി ലീഡർ എന്ന് പറയുന്ന കപ്പലിനെ, കാർ കാരിയറിനെ ഹൂതികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ പോർട്ടിലോട്ട് കൊണ്ടുപോയത്. റെഡ് സീയുടെ ഇങ്ങേറ്റത്ത് വെച്ച്, ബാബേൽ മണ്ഡം ആ പരിസരത്ത് വെച്ച്. ഇപ്പൊ 2023 റെഡ് സീ സൂയസ് കനാൽ അനിശ്ചിതമാവുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കപ്പൽ വളരെ വളരെ അപൂർവമാണ്. TRVയുടെ പ്രവർത്തനം തുടങ്ങുന്നത് 2024 ജൂലൈ 11. അപ്പോൾ 2023 അടയ്ക്കപ്പെട്ട ഒരു പാത, ഒരു കനാൽ, അങ്ങോട്ട് കപ്പൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് TRVയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ആദ്യമായിട്ടാണ് TRV, ഞാൻ വെല്ലുവിളിക്കുന്നു, ആദ്യമായിട്ടാണ് TRVയിൽ നിന്നൊരു കപ്പൽ റെഡ് സീയിലോട്ട് പോയിട്ടുണ്ട്. കിങ് അബ്ദുള്ള, ജദ്ദ പോർട്ടുകളിലൊക്കെ പോയിട്ടുണ്ട്. ജിബൂട്ടി, അതെല്ലാം റെഡ് സീ പോർട്ടുകളാണ്. പക്ഷെ ഇവിടെ സൂയസ് കനാലിനെ കുറിച്ചാണ് പറഞ്ഞത്. റെഡ് സീയും കഴിഞ്ഞ് ഈജിപ്തിന്റെ സൂയസ് കനാൽ കടന്നു പോകുന്ന ആദ്യത്തെ കപ്പൽ പോകുന്നത് ആദ്യമായിട്ടാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? MSC Beryl voyage departing Viഴിഞ്ഞം on August 31st, 2026 will transit Suez. This is the official resumption. നിർത്തിവെച്ചതിൽ നിന്നുള്ള ഒരു ആരംഭമാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് സംഭവിക്കുന്നത്. ഓഫ് സൂയസ് കോറിഡോർ ആഫ്റ്റർ 2-year റെഡ് സീ ഡൈവേർഷൻ. 2 വർഷത്തെ റെഡ് സീ ഡൈവേർഷൻ എന്ന് പറയുമ്പോൾ TRVയെ സംബന്ധിച്ചിടത്തോളം 2.9 മാസം. ഇവിടെ 2 വർഷം എന്ന് പറയുന്നത് കൃത്യം 2.9 മാസമാണ്. 2023 നവംബർ എന്ന് പറയുമ്പോൾ 2.9 മാസം. TRVയെ സംബന്ധിച്ചിടത്തോളം 2.1, 2 വർഷവും 1 മാസവുമായി TRVയെ സംബന്ധിച്ചിടത്തോളം ആ പാത അടഞ്ഞിട്ട്. കാരണം 2024 മുതലാണ് തുടങ്ങിയത്. സെയിലിംഗ് കമന്ററി പറയാൻ ശ്രമിക്കുന്നത് എല്ലാ കാലത്തും TRVയെ കുറിച്ചാണ്. TRVയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കപ്പൽ ആദ്യമായിട്ടാണ് സൂയസ് കിടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ
100% ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ എന്ത് വിവരമില്ലായ്മ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു നാണക്കേടുമില്ല. ഈ കഥകൾ 30 വർഷമായി പറഞ്ഞു നടന്നതാണ്. സൂയസിലൂടെ എന്നാണ് കപ്പൽ പോയത്, എങ്ങനെയാണ് കപ്പൽ പോയത് നിങ്ങൾക്കറിയാമോ? വ്യാപാരക്കാറ്റെന്ന് പറഞ്ഞൊരു കാറ്റിനെ കുറിച്ച് ഞാൻ നിരവധി ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മൺസൂൺ 2000 വർഷങ്ങൾക്ക് മുമ്പ് അലക്സാണ്ട്രിയ, അന്ന് സൂയസ് കനാലൊന്നുമില്ല, അലക്സാണ്ട്രിയയിൽ നിന്ന് വരുന്ന കപ്പൽ അല്ലെങ്കിൽ ഈജിപ്തിലെ മറ്റു പോർട്ടുകളിൽ നിന്ന് വരുന്ന കപ്പൽ അതിനെ തിരിച്ചു പോകണമെങ്കിൽ നമ്മുടെ മൺസൂണിന് മുമ്പ് തിരിച്ചിവിടെ നിന്ന് പുറപ്പെടണം. മൺസൂണിന് മുമ്പ് പുറപ്പെട്ടില്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടത്തില്ല. അന്നത്തെ ആഗോള നിയമമാണ്. നമ്മുടെ മൺസൂണിനെ ബേസ് ചെയ്തിട്ടാണ് ആഗോള കപ്പലിലെ ഇൻഷുറൻസ് നിയമം സ്ഥാപിക്കപ്പെട്ടത്. അത്രയും അറിവുകൾ. പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ 2000 വർഷങ്ങൾക്ക് മുമ്പ് കുമരി എന്ന് പറയുന്ന ഒരു പോർട്ടിനിപ്പുറം ബലിത എന്നുള്ള പോർട്ടുണ്ട്. ഒരു റാംസെ എന്ന് പറയുന്ന ഒരു ഫറോവയെ കുറിച്ചൊക്കെ പറയുന്നത് എവിടെയാണ്? ബൈബിളിൽ. ഫറോവയുടെ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിൽ 2 കുരുമുളക് വെച്ചിരുന്നത് ഇവിടുന്നാണ് പോയത്. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ക്ലാസ് എടുത്ത് നടന്ന ഒരാൾ ഒരിക്കലും ആദ്യമായിട്ടാണ് ഇവിടെ നിന്നൊരു കപ്പൽ സൂയസ് കിടക്കുന്നതെന്ന് പറയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പറയാൻ ശ്രമിച്ചത് ആദ്യമായിട്ട് TRVയിൽ നിന്നൊരു കപ്പൽ സൂയസ് കിടക്കാൻ ശ്രമിക്കുന്നു. ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിന് ഒരു വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. On August 24, 2026, MSC announced partial reopening in Suez transits on limited east-west services, and Vizhinjam is one of first Indian ports back on that route. അപ്പൊ MSC കള്ളം പറയാണോ നിങ്ങൾ പറയുന്നത്? ആദ്യമായിട്ട് ഈ പാർഷ്യലി റിസംഷൻ എന്ന് പറയുന്ന സൂയസ് കനാലിലോട്ട് റീഓപ്പൺ ചെയ്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്നതിൽ ഒരു കപ്പൽ വെടിഞ്ഞത്ത് നിന്ന് പോകുന്നു എന്ന് പേരെടുത്ത് ഇന്ത്യയിൽ ഒരു പോർട്ടിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, വസ്തുതകൾ ഇതായിരിക്കെ നിങ്ങൾക്ക് ഇനിയും പറയാം, കേരളത്തിൽ നിന്ന് ആദ്യമായി സൂയസ് കനാൽ വഴി കപ്പൽ പോകുന്നു, കഷ്ടം, വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ട് നടക്കുന്നു. ഞങ്ങൾ ആ വിവരമില്ലായ്മ സമ്മതിക്കുകയും അത് അലങ്കാരമായി കൊണ്ട് നടക്കുകയും ചെയ്യുന്നു. ആ വിവരമില്ലായ്മയിൽ നിന്ന് പറഞ്ഞതാണ് ഇന്ന് കാതങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന, ഖ്യാതികൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന TRV തുറമുഖം, തലസ്ഥാനത്തെ തുറമുഖം. അങ്ങനെയുള്ള ഒരു വിവരമില്ലായ്മ ഇനിയും തുടരാൻ വളരെ സന്തോഷത്തോടെ ആഗ്രഹിക്കുന്നു എന്നുള്ള വിവരം കൂടി എൻ്റെ പ്രിയപ്പെട്ട വിക്ടർ ബെർണാഡ് എന്ന ബുദ്ധിമാനെ അറിയിക്കുവാൻ ശ്രമിക്കുകയാണ്.